നമ്മുടെ ബംഗാൾ രാഷ്ട്രീയം വല്ലാതെ കലുഷിതമാണ്. ഇപ്പോൾ ബംഗാളിലെ ഗവർണറെ സംബന്ധിച്ച് ഒരു പീഡന കേസിൻ്റെ പരാതിയുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഗവർണർക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഭരണഘടനാപരമായി ഗവർണർക്കും രാഷ്ട്രപതിക്കും എല്ലാ ക്രിമിനൽ സിവിൽ കേസുകളിൽ നിന്നും ഇമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അത് അനുസരിച്ചാണ് മമതയുടെ പോലീസ് ആനന്ദബോസിനെതിരെയുള്ള നടപടികൾ നീക്കാൻ കഴിയാതെ നിൽക്കുന്നത്. ഇപ്പോൾ ആ ഇമ്മ്യൂണിറ്റി അധികാരം എത്രമാത്രം ഉണ്ട്, അതിൻ്റെ സ്കോപ്പ് പരിശോധിക്കണം. അത് ആനന്ദബോസിനെതിരെ നടപടിയെടുക്കാൻ അനുമതി വേണമെന്ന് ആവശ്യപ്പെട്ട് ബംഗാൾ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുക. ആ സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള പരാതിയുള്ള സ്ത്രീ. ഇത് വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ്. കാരണം ഭരണഘടന നൽകുന്ന സുരക്ഷ, ഇമ്മ്യൂണിറ്റി വഹിക്കുന്ന 2 പോസ്റ്റുകൾ, രാഷ്ട്രപതി, ഗവർണർ, അതിൽപ്പെട്ട ഒരാൾക്കെതിരെ പരാതി വരുന്നു. അതിൽ നടപടി വേണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നു. വളരെ നിർണായകമായ, ഭരണഘടനാപരമായി വളരെ വാലിഡായുള്ള ഒരു കേസ്, ലാൻഡ്മാർക്ക് കേസായി ഇത് മാറുമായിരിക്കും. അപ്പോൾ കേന്ദ്രത്തിനൊരു നിലപാട് എടുക്കേണ്ട ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ ആനന്ദബോസിന് ആ സ്ഥാനത്ത് നിന്നും മാറേണ്ടി വന്നേക്കാം. അതാണ് എനിക്കുള്ള വിവരം. എന്നോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആൾ പറഞ്ഞത് ഹി ഹാസ് ഓൾറെഡി ബീൻ ഗിവൺ ദി മാർച്ചിങ് ഓർഡേഴ്സ് എന്നാണ്. ഈ കേസ് വെള്ളിയാഴ്ച വന്നിരിക്കുന്നത് വെച്ചിട്ട് ആർട്ടിക്കിൾ 361 ആ ഭാഗം റീഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് ഇപ്പോഴത്തെ പ്രാഥമിക വിലയിരുത്തൽ എന്ന് തോന്നുന്നു. ഇത് ചീഫ് ജസ്റ്റിസ് ന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചിൽ JB പർദിവാല, മനോജ് മിശ്ര, ആ 3 അംഗ ബെഞ്ചാണ് ഇത് കേൾക്കുന്നത്. ആ രാജ്ഭവനിൽ താൽക്കാലിക കരാറുകാരിയായിരുന്ന ആ സ്ത്രീ പീഡനാരോപണം നേരത്തെ ഉന്നയിച്ചവർ തന്നെയാണ് കോടതിയിൽ പോയിരിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 361(2) പറയുന്നത് ഇതാണ്: രാഷ്ട്രപതി, ഗവർണർ എന്നിവർ അധികാരത്തിലിരിക്കുവോളം ഒരു കോടതിയിലും ക്രിമിനൽ വിചാരണ അവർക്കെതിരെ പാടില്ല. അതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങൾ തന്നെ ആവശ്യമുണ്ട്. ഞാനൊരു ഇരയാണ്, എനിക്കെതിരായ നടപടി നീണ്ടുപോകാൻ ഈ വ്യവസ്ഥ കാരണമാകരുത് എന്ന് ഈ സ്ത്രീ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കേസിൽ കേന്ദ്രത്തെ കക്ഷിയാക്കാൻ സുപ്രീം കോടതി ഈ സ്ത്രീയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രം അതിൻ്റെ അകത്ത് പൊസിഷൻ എടുക്കേണ്ടി വരും. കേന്ദ്രം എന്തെങ്കിലും പൊസിഷൻ എടുത്തോട്ടെ, ഇമ്മ്യൂണിറ്റിക്ക് അനുകൂലമായിട്ട് പൊസിഷൻ ഇവിടെ എനിക്കൊരു റിജോയിൻ്റർ ഉണ്ട്. എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഈ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭ വളരെ കാര്യമായി ചർച്ച ചെയ്ത്, ദീർഘകാല ചർച്ച, കാരണം അത് ഒരു വലിയ ലോങ് ജേർണി ആയിരുന്നു ഭരണഘടന ഉണ്ടാക്കൽ. അതിൽ നമ്മുടെ ഭരണഘടനയിലെ വാക്കും വാചകങ്ങളും കുത്തും കോമയും വരെ ആലോചിച്ചിട്ടതാണ്. അപ്പോൾ രാഷ്ട്രപതി, ഗവർണർ എന്നിവർക്ക് ഇമ്മ്യൂണിറ്റി കൊടുക്കുക എന്നുള്ളത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ചർച്ചകളുടെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ്. അതൊരു കേവലം ഒരു ബെഞ്ചിൽ അത് നള്ളിഫൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇപ്പോൾ 3 അംഗ ബെഞ്ചാണ്, ചീഫ് ഉണ്ടായിരിക്കാം, പർദിവാലയും മനോജ് മിശ്രയും ഉണ്ടായിരിക്കാം. പക്ഷേ അതൊരു സാധാരണ ബെഞ്ചിൻ്റെ പവേഴ്സേ ഉള്ളൂ. അപ്പോൾ ഭരണഘടനയിലെ ഒരു അടിസ്ഥാന പ്രമാണം, രാഷ്ട്രപതി, ഗവർണർ ഇവർക്കുള്ള ഇമ്മ്യൂണിറ്റി റിവോക്ക് ചെയ്യുന്ന സംബന്ധിച്ച വിഷയം വരുമ്പോൾ അത് ഭരണഘടനാ ബെഞ്ചിന് വിടേണ്ടി വരുമെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അത് വിട്ടോട്ടെ, അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവും. അങ്ങനെ വരാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ സ്ത്രീ പറയുന്നത് പോലെ ഇമ്മീഡിയറ്റ് റിലീഫിനുള്ള സ്കോപ്പ് അപ്പോഴും ചുരുക്കുക. ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകഴിഞ്ഞാൽ സമയമെടുക്കും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ അനുകൂലിക്കാൻ നിവൃത്തി ഉണ്ടാവില്ല. കാരണം ഇക്കാലം അത്രയും തുറന്നു വരുന്നൊരു പാരമ്പര്യം. മാത്രമല്ല, ഗവർണർമാരുടെ നിയമനങ്ങൾ രാഷ്ട്രീയ നിയമനങ്ങളാണ്. പല സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിൻ്റെ താല്പര്യങ്ങൾക്ക് എതിരായിട്ടുള്ള രാഷ്ട്രീയ ഭരണം സംസ്ഥാനങ്ങളിലുണ്ടാവാം. അവിടെയൊക്കെ മമത ചെയ്തതുപോലെ, അല്ലെങ്കിൽ മമതയുടെ പ്രേരണ കൊണ്ട് ചെയ്തതുപോലെ എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള വ്യാജ പരാതികൾ ഉണ്ടായാൽ ഒരു സംസ്ഥാന സർക്കാരിന്, അല്ലെങ്കിൽ ആ സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന പാർട്ടിക്ക് ഏതൊരു ഗവർണറെയും പെടുത്താൻ പറ്റുന്നൊരു അവസരമായിട്ട് മാറും. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതിന് അനുകൂലമായ ഒരു സ്റ്റാൻഡ് എടുക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. അങ്ങനെ പെടുത്താൻ സാധ്യതയുണ്ട്. ദുഷ്ടലാക്കോട് ഉള്ള ആരോപണങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് കൊണ്ടാണ് ഈ വ്യവസ്ഥ വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ സ്ത്രീ മാത്രമല്ല സർ, ഈ സംസ്ഥാനങ്ങളിലേക്കുള്ള
കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പ്രതിനിധിയോ ഒരു വാച്ച് ഡോഗോ ആണ് ഗവർണർ. അതെ. ആ ഗവർണറെ ദുർബലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റേറ്റ്സിലുള്ള താല്പര്യങ്ങളെ ദുർബലപ്പെടുത്തലാണ്. സംസ്ഥാനങ്ങളുടെ മേലുള്ള കേന്ദ്രത്തിൻ്റെ അധികാരം തീർത്തും ഇല്ലാതാവും. ഇപ്പോൾ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് വിദേശകാര്യ സെക്രട്ടറിയെ പോലെ നിയമിക്കുന്ന കാലമാണിത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനെതിരായിട്ടുള്ളൊരു സ്റ്റാൻഡ് ഇത് ഹോൾഡ് ചെയ്യണം എന്ന് വാദിക്കാനേ കേന്ദ്ര സർക്കാരിന് കഴിയൂ. അതെ, അങ്ങേക്ക് ഈ ആനന്ദബോസിന്റെ വക്കാലത്ത് ഇല്ലാത്ത പോലെ ഈ സ്ത്രീയുടെ വക്കാലത്ത് എനിക്കും ഇല്ല. പക്ഷേ എനിക്ക് ഈ സ്ത്രീയുടെ വക്കീല് സീനിയർ അഭിഭാഷകൻ ശ്യാം ധിവാൻ അങ്ങയുടെ ആർഗ്യുമെന്റ് ഞാൻ പറയാം. സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഒരന്വേഷണം എൻ്റെ കക്ഷിക്ക് ഇല്ലാതിരിക്കുന്നത് ഡിനൈ ചെയ്യുന്നത് നീതിയല്ല, അത് ശരിയല്ല. ഇപ്പോൾ തെളിവ് ശേഖരിക്കാനുണ്ട് ഈ കേസിൽ. എൻ്റെ കക്ഷിയുടെ കൊടുത്തിട്ടുള്ള കേസിൽ പോലീസിന് തെളിവ് ശേഖരിക്കാനുണ്ട്. ഗവർണർ സ്ഥാനം ഒഴിയുന്നത് വരെ അത് കാത്തിരിക്കുന്നത് നീതി നിഷേധമാണ്. ഞാൻ ഇടയ്ക്കൊന്ന് ഇടപെട്ടോട്ടെ, വിത്ത് യുവർ പെർമിഷൻ സാർ. ഇത് പറഞ്ഞു തീർന്നിട്ട് മതി. അല്ല, എന്നല്ല സാറിന് ഇതിലൂടെ പറയാനൊരു സാധനം ഇട്ട് തരികയാണ്. അപ്പോൾ ഇത് തീരുമാനിക്കാൻ പോകുന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെതിരെ ഇതുപോലൊരു തൂപ്പുകാരിയുടെ ഒരു വൃദ്ധയുടെ ഒരു സെർവൻറ്റിൻ്റെ പരാതി വന്നിരുന്നു. എന്ത് അന്വേഷണമാണ് രാജ്യത്ത് നടന്നത്? അതെ, പക്ഷേ ആ ഗോഗോയെ പിന്നെ രാജ്യസഭ അംഗമാക്കി. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയാതിരുന്നതാണ്. പക്ഷേ അപ്പോൾ ഇതിനകത്തൊരു സീസർ മാത്രമല്ല, സീസറിൻ്റെ ഭാര്യയും സംശയത്തിന് അതീതമാണ്. അപ്പോൾ ഇത് തീരുമാനിക്കാൻ പോകുന്ന സുപ്രീം കോടതി ഇതുപോലെ സമാനമായ കേസിലുണ്ടായ സുപ്രീം കോടതിക്കും ബാധകമാണ്. ആ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയും കേസെടുക്കണം. അവർ സമ്മതിക്കണം. അതൊരു പ്രശ്നമാണ്. അപ്പം ഗവർണർമാരെ മാത്രമല്ല, പൊളിറ്റിക്കൽ പാർട്ടികൾ അല്ലെ സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രമുണ്ട്. ഞങ്ങൾക്ക് ഭരണഘടനയിൽ ഇല്ലാത്തൊരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഭരണഘടന പറഞ്ഞിട്ടില്ല ചീഫ് ജസ്റ്റിസിന് ഇങ്ങനത്തെ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതെന്ത് ചെയ്തു? ചീഫ് ജസ്റ്റിസ് തന്നെ ഒരു കമ്മീഷൻ, അതായത് പീഡിതൻ പീഠകൻ അല്ലേ, അങ്ങനെ വാക്കുണ്ടോ, ഗോഗോയ് തന്നെ ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് മേടിച്ചിട്ട് ഞാൻ വിശുദ്ധനാണെന്ന് പ്രഖ്യാപിച്ചു. അത് ഗോഗോയ് എന്നല്ല, ഞാൻ ഗോഗോയ് എന്നുള്ള ആളെ മാറ്റി നിർത്തുക. ഓഫീസ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ ഓഫീസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ഇല്ല. അപ്പൊ പിന്നെ കണ്ണി കോല് കുത്തിയിരിക്കുന്നവൻ കരടുള്ളവനെ കുറ്റം പറയുന്നത് ശരിയല്ല. അപ്പൊ ഇതില് അവർക്ക് പരിഹാരം കിട്ടുന്നില്ല. അതുകൊണ്ട് ഇതൊരു ബ്ലാങ്കറ്റ് ഇമ്മ്യൂണിറ്റി ആകരുത്. അതാണ് അവരുടെ ആവശ്യം. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, ഗവർണർക്കുള്ള ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സമയബന്ധിതമായി അന്വേഷണം നടത്തുന്നതിന് തടസ്സമാകരുത്. അതിനാൽ ഇമ്മ്യൂണിറ്റി സംബന്ധിച്ച ഗൈഡ് ലൈൻസ് സുപ്രീം കോടതി രൂപീകരിക്കണം. അതാണ് അവരുടെ പ്രയർ. സ്ഥാനം ഒഴിയും വരെ എന്നത് കാലതാമസം ഉണ്ടാക്കുന്ന പ്രക്രിയയാണ്. ഇത് വിചാരണക്കിടയിൽ വിശദീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ എന്തുകൊണ്ട് വൈകി എന്ന് കോടതി ചോദിക്കും, കേസൊക്കെ കൊടുക്കാൻ. അത് ചോദിക്കില്ല സാർ, കാരണം ക്രിമിനൽ ലിമിറ്റേഷൻ ഇല്ല, അതിന് വിശദീകരിക്കാൻ കഴിയില്ല. ഈ പ്രക്രിയ വെറും വാചകമായി അടി മാത്രമായിട്ട് അവസാനിക്കും. ഈരയ്ക്ക് നീതി കിട്ടുന്നില്ല. ഇതാണ് അവരുടെ പ്രയർ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞു, മാനഭംഗം ഈ ഭരണപരമായ ചുമതല നിർവഹിക്കുമ്പോഴാണ് പരിരക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മാനഭംഗം ഗവർണറുടെ ചുമതലയിൽ പെട്ടതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നഷ്ടപരിഹാരത്തിന്, അതായത് ഗവർണർ ഇവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിരുന്നു. ഇന്ന സ്ത്രീ എന്നൊക്കെ പറഞ്ഞൊരു മറ്റേ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് ബംഗാൾ സർക്കാർ ഇവരുടെ അന്തസ്സും സൽപ്പേരും, ഈ ഗവർണർ ഇവരുടെ അന്തസ്സും സൽപ്പേരിനും കളങ്കം ഉണ്ടാക്കിയതുകൊണ്ട് നഷ്ടപരിഹാരം കൊടുക്കണം എന്നും ഈ കേസിൽ പറഞ്ഞിട്ടുണ്ട്. അല്ല, അതൊക്കെ ശരിയാണ്. ഞാൻ ഒരു പ്രേക്ഷകരുടെ കൂടെ സമ്മതത്തോടു കൂടി, പക്ഷേ സമ്മതിച്ചില്ലെങ്കിലും ഞാനൊരു സ്ത്രീ വിരുദ്ധത പറയാൻ പോവാം. കാരണം ഇതിനകത്ത് അർജൻസി എന്താണ്? കാരണം ഇത് ഒരിക്കലും ഈ കേസ് എടുത്തുകൂടാ എന്ന് വ്യവസ്ഥയില്ല. ഗവർണർ പദവിയിലിരിക്കുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ടേം കഴിയുമ്പോൾ പിരിയാം, അല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ, അല്ലെങ്കിൽ ഇന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ ഗവർണർ അല്ലാതാവും. ഡിപ്പെൻസ്. അപ്പോൾ അർജൻസിയൊക്കെ വരുന്നത് ഒരു പീഡനം, ഒരു റേപ്പൊക്കെ നടന്ന് ഈ പറയുന്ന ആൾ കൺസീവ്ഡ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആണെങ്കിൽ ഈ പറയുന്ന ഒരു അർജൻസിയൊക്കെ ഉണ്ട്. ഇത്തരം കേസൊന്നുമില്ല. ഇത് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കേസാണെന്ന് വിശ്വസിക്കുന്ന നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുണ്ട്. അക്കൂട്ടത്തിലൊരാളാണ് ഞാനും. അതുകൊണ്ട് തന്നെ ഇതിനകത്തെ ഒരു അർജൻസി എന്ന് പറയുന്നത് എന്താണ്, പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ്, എൻ്റെ വാദമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് രാജ്യത്തെ
വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ ഇരിക്കുന്ന 2 ഭരണഘടനാ സ്ഥാപനങ്ങളെ ബാഹ്യശക്തികൾ ആക്രമിക്കാതിരിക്കാനും അവർക്ക് സ്വതന്ത്രമായും നിർഭയമായും പ്രവർത്തിക്കാനും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഭരണഘടനാ വ്യവസ്ഥയാണ്. അതിനെ ചാലഞ്ച് ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നത് അംഗീകരിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം മാത്രമല്ല, കൽക്കട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം ഓർഡർ ഇറക്കി. ആനന്ദ ബോസിന്റെ പരാതിയിൽ ഉണ്ട്. മാത്രമല്ല, മമത ഡിഫെയിം ചെയ്യാൻ പാടില്ല, തോന്നിയാസം പറഞ്ഞെടുക്കുന്നത് ഹൈക്കോടതി പറഞ്ഞു. അവരും ലീഗൽ ഇതൊക്കെ നോക്കിയിട്ടാണ് ഹൈക്കോടതി അതൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഇവര് വെള്ളിയാഴ്ച സുപ്രീം കോടതിയെ സമീപിച്ചത്. അതെ അതെ. അപ്പൊ ഹൈക്കോടതി ഇരിക്കുന്ന അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരാമണിയുടെ സഹായം ഇതൊരു ഭരണഘടനാ പ്രശ്നമാണ്, ഇത് പരിഹരിക്കാൻ അങ്ങ് സഹായിക്കണമെന്ന് സുപ്രീം കോടതി അറ്റോർണി ജനറലോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഇങ്ങനെ ഒരു ബെഞ്ച് ഈ നോട്ടീസൊക്കെ അയച്ചിരിക്കുന്നതുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ കക്ഷിയാക്കണമെന്ന് ഇവരോട് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു റീ ഇന്റർപ്രിട്ടേഷന് സുപ്രീം കോടതി തുനിയുന്നു. അത് പക്ഷേ അതിനൊരു 3 അംഗ ബെഞ്ച് പോരാതെ വരും, ഭരണഘടനാ ബെഞ്ച് വരും. അത് മാത്രമല്ല, ഇപ്പോൾ ഈ മാർച്ച് ഔട്ട് ചെയ്യാൻ, പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം ആനന്ദ ബോസിനോട് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മേ ബി ഉണ്ടാവാം, അത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ്. പക്ഷേ എൻ്റെ ഒരു വ്യൂവിൽ ഞാൻ നോക്കുന്നു, ഇപ്പോൾ ഒരു മാർച്ച് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ അതൊരു കീഴ്വഴക്കമാകും. പല സംസ്ഥാനങ്ങളിലും ഇതേപോലെ കേസുകൾ ഉണ്ടാക്കാം, ഇഷ്ടമില്ലാത്ത ഗവർണർമാരെ പുറത്താക്കാം. നമ്മൾ കേരളത്തിൽ സോറോസ് ക്യാമ്പിന് എല്ലാ ഗവർണർമാർക്കെതിരെ ഭാവിയിൽ കൊടുക്കാൻ പറ്റും, ഉപയോഗിക്കാം. കാണുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ പിണറായി വിജയൻ എത്ര പേരെ വേണമെങ്കിലും കിട്ടും. ഉമ്മൻചാണ്ടിക്കെതിരെ ആളെ കിട്ടിയ സ്ഥലമാണ്. അപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നാളെ CPM സ്പോൺസേഡ് ആയിട്ട് ഒരാൾ വരാം, ഉടനെ കേന്ദ്ര സർക്കാർ മാറേണ്ടി പറയും. അപ്പോൾ അൺസ്റ്റേബിൾ ആകും, സ്റ്റെബിലിറ്റി ഇല്ലാണ്ടാവും ഗവർണർ പൊസിഷന്. അത് കേന്ദ്ര സർക്കാരിനെ വീക്കൻ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ആനന്ദ ബോസിനോട് ഒഴിയാൻ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ കർഷക സമരം പിൻവലിച്ചതുപോലെ മോദി സർക്കാരിൻ്റെ ഒരു ഭീരുത്വ നടപടിയായിട്ട് അതിനെ കാണാൻ പറ്റും. അതാകുമായിരിക്കാം. പക്ഷേ ഇതിൻ്റെ അകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു പൊസിഷൻ എടുക്കണം. കേന്ദ്ര സർക്കാരിനെ കക്ഷിയാക്കാൻ പോവുകയാണ്. കേന്ദ്ര സർക്കാർ ന്യായമായിട്ടും ഈ ഇമ്മ്യൂണിറ്റി ഇങ്ങനെ തന്നെ തുടരട്ടെ എന്നൊരു നിലപാട് എടുക്കാമായിരിക്കാം. പക്ഷേ ഈ ചോദ്യം ഉണ്ടല്ലോ, ഈ ഭരണപരമായ ചുമതല എന്ന് പറഞ്ഞാൽ അതിൽ മാനഭംഗവും ഉൾപ്പെടുമോ എന്നൊക്കെ ഇപ്പോൾ ഈ സീനിയർ അഭിഭാഷകൻ ഇവർക്ക് വേണ്ടി ചോദിക്കുന്നത് അതുകൊണ്ട് റീഇൻ്റർപ്രിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റീഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ എന്നാൽ പിന്നെ അങ്ങനെ ആ കാര്യത്തിലും കേന്ദ്രം പൊസിഷൻ എടുക്കണമല്ലോ. അതൊരു അലിഗേഷനാണ്. അതിന് ഇപ്പോൾ ഗവർണർ പദവി കഴിയുമ്പോൾ അലിഗേഷനാണ്. അതിനകത്ത് അവർക്ക് ഇമ്മീഡിയറ്റ് ഡാമേജസ് ഒന്നുമില്ല, ഫിസിക്കൽ ഡാമേജസ് ഒന്നുമില്ല, ഒരു ഡിഫമേഷൻ്റെ സ്വഭാവത്തിലുള്ള ഒരു എൻക്രോച്ച്മെൻ്റ് ഉണ്ട്. പക്ഷെ അന്തിമമായിട്ട് റീഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ ഈ മേ ബി അത് ഭരണഘടനാ ബെഞ്ച് തീരുമാനിക്കും. റീഇൻ്റർപ്രിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ വരുമോ? അപ്പോഴും ഞാൻ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാർ എടുക്കേണ്ട സ്റ്റാൻഡ് ഇമ്മ്യൂണിറ്റി ഒന്നുമില്ലാത്ത ജഡ്ജിമാർക്കെതിരെയും ഇത് വേണം. ജഡ്ജിമാർക്കെതിരെ ഇതിനു മുമ്പും പീഡന കേസുകൾ വന്നിട്ടുണ്ട്. മുമ്പൊരു ജഡ്ജി രാജിവെച്ചിട്ടുണ്ട്, ഒരു ഹൈക്കോടതി ജഡ്ജി, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഗവർണർമാർക്കെതിരെ അലിഗേഷൻ പെടുന്നത് ഇത് ഫസ്റ്റ് ടൈമും അല്ല. ഇതിനു മുമ്പ് ഇതുപോലത്തെ ഒരു പീഡന കേസ് വന്നിട്ട് മുമ്പ് ഈ രാമസ്വാമി എന്ന് പറഞ്ഞൊരു ജഡ്ജി ഇംപീച്ച് ചെയ്യാനായിട്ട് നോക്കിയിരുന്നത്, അപ്പോഴാണ് അത് രാജിവെച്ചു. പക്ഷെ അങ്ങനെ ഇംപീച്ച്മെന്റ് പ്രൊസീജിയേഴ്സും ഒക്കെ ശക്തമാക്കണം. പലപ്പോഴും ആ ഭാഗത്തൊക്കെ ഇളവ് ചെയ്ത്. അല്ല, എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കെതിരെ ഒരു അലിഗേഷൻ വന്നിട്ട് ഒരു FIR പോലും ഇട്ടില്ല. ഇതെന്തൊരു രാജ്യമാണ്, എന്തൊരു നീതിയാണ്. അതെ, അത് സുനിൽ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ തിരിച്ചു ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഗവർണറും രാഷ്ട്രപതിയും, മുമ്പ് നമ്മളിതൊരു എത്തിക്സ് പ്രശ്നം വന്നപ്പോൾ ചർച്ച ചെയ്തതാണ്. ഒരു ജഡ്ജി 20 കൊല്ലം മുമ്പ് കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് പുറത്തു കൊണ്ടുവരണോ, ഇപ്പോൾ അയാൾ സമൂഹത്തിൽ മാന്യനാണ്, ഇന്ന എത്തിക്സ് പഠിപ്പിച്ച ആൾ ചോദിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞാണ്. അക്കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇപ്പോഴെന്ന്. അതുകൊണ്ട് ഈ രാഷ്ട്രപതി ആയിരിക്കുമ്പോഴോ ഒരാൾ ഗവർണറായിരിക്കുമ്പോഴോ ക്രിമിനൽ കുറ്റം ചെയ്താൽ അതിനെതിരെ നടപടി വേണ്ടേ? അല്ല, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചിരിക്കുക. നമ്മുടെ രാജ്യത്തെ വളരെ സുപ്രധാനമായ ഒരു ഓഫീസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസ് ഹോൾഡ് ചെയ്തിരുന്ന ഒരാൾക്ക് ഈ PFIയുമായിട്ട് ബന്ധമുണ്ടായിരുന്ന അലിഗേഷൻ ഇപ്പോഴും എയറിലുണ്ട്. സാറിന് അറിയാലോ. അയാൾക്കെതിരെ നടപടി എടുക്കണം. വരണം. അത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ വരണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവരെയൊന്നും എനിക്ക് പരിചയമില്ല, ഞാൻ പരിചയപ്പെടാൻ ഞാനും ഇല്ല. പക്ഷേ ഇത് ചോദ്യങ്ങൾ ഒരുപാട് സംശയമുള്ള ആളുകളെയൊക്കെ നമ്മൾ ഒഴിവാക്കും. അപ്പോൾ ഏതായാലും ഈ ഭരണഘടനാ പദവിയിലിരിക്കുന്ന രണ്ട് പോസ്റ്റുകൾ പ്രധാനമന്ത്രിക്കില്ല ഇമ്മ്യൂണിറ്റി. ഇല്ലില്ല. രാഷ്ട്രപതിക്കും ഗവർണർക്കും മാത്രം ഇത് കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണം ആ ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന
ഉന്നതമായ ചില അധികാരങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട്. അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഏതായാലും ഇത് സുപ്രീം കോടതി ഇത് പരിശോധിക്കട്ടെ. ആനന്ദബോസ് പുറത്തേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അത് ആനന്ദബോസ് എന്നുള്ള വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ട് അല്ല, മറിച്ച് അദ്ദേഹം ഇരിക്കുന്ന ചെയറിനോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ ചെയറിനെ ദുർബലപ്പെടുത്താൻ പാടില്ല. പിന്നെ എല്ലാവരും ജാഗ്രത പാലിക്കേണ്ടവരാണ്. സുപ്രീം കോടതിയും ജാഗ്രത പാലിക്കണം, അത് നമ്മളും ജാഗ്രത പാലിക്കട്ടെ. നമ്മൾ വർത്തമാനം പറയുമ്പോൾ വിടുവായ പറയാൻ പറ്റുമോ? അത് പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാവണം ജാഗ്രത. അതെ, ഗവർണർക്കും സംസാരിക്കുമ്പോൾ വേണം, പ്രധാനമന്ത്രിക്ക് സംസാരിക്കുമ്പോൾ വേണം, രാഷ്ട്രപതിക്കും ഒക്കെ വേണം. ഇത് ഭയം വേണ്ട, ജാഗ്രത മതി. ജാഗ്രത മതി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.